നാട്ടിലെ സ്കൂളിലൊക്കെ പഠിച്ച് ഗൾഫിലെത്തുന്നവർക്ക് മിസ് ചെയ്യുന്ന ഒന്നാണ് യുവജനോത്സവങ്ങൾ. നാട്ടിലാവുമ്പോൾ ഉപജില്ല മുതൽ ജില്ല കഴിഞ്ഞ് സംസ്ഥാനം വരെ നിരവധി യുവജനോത്സവങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ കുറവ് നികത്തുകയാണ് ഒമാനിലെ സൊഹാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യുവജനോത്സവം. സ്റ്റേജ് ഇതര മത്സരങ്ങളും കലാമത്സരങ്ങളും ഉൾപ്പെടെ 112-ലധികം മത്സര ഇനങ്ങളിലായി 900-ൽ പരം മത്സരാർത്ഥികൾ. 5 വേദികൾ, 2 ദിവസങ്ങളിലായി രാവേറെ നീണ്ടുനിന്ന കലാപ്രകടനം. സൊഹാറിലെ യുവജനോത്സവം അക്ഷരാർത്ഥത്തിൽ നാടിനെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയായിരുന്നു. സൊഹാർ മലയാളി സംഘവും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സൊഹാറും ചേർന്നാണ് വർഷം തോറും യുവജനോത്സവം സംഘടിപ്പിക്കാറുള്ളത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ഒമാനിലെ സൊഹാറിലെ വിമൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഒമാനിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി മത്സരാർത്ഥികൾ എത്തിയെന്നതാണ് പരിപാടിയുടെ വിജയവും. നിറഞ്ഞ സദസ്സിനു മുന്നിൽ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനായതിൻ്റെ സന്തോഷമാണ് മത്സരാർത്ഥികൾക്ക്. പ്രവാസത്തിലെ തിരക്കുകൾക്കിടയിലും കുട്ടികളുടെ കലാപ്രകടനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് രക്ഷിതാക്കളും കൂടെ നിന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഈ പ്രാവശ്യം ഒരുപാട് പിള്ളേർ പങ്കെടുത്തു. പിന്നെ വളരെ മികച്ച രീതിയിൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ജഡ്ജസ് ഓരോ ഐറ്റം കോമ്പറ്റീഷൻ കഴിയുമ്പോൾ അവർ കമൻറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർക്ക് പ്രൈസ് കിട്ടിയില്ലെങ്കിലും എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന്, നമുക്ക് അടുത്ത കോമ്പറ്റീഷനിൽ എന്തൊക്കെ നന്നാക്കണമെന്ന് വളരെ വാല്യുബിൾ ഫീഡ്ബാക്ക് ജഡ്ജസ് ഡേന് കിട്ടി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 7th-ലായിരുന്നപ്പോൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ 3 പ്രാവശ്യമായി ഇപ്പോൾ വരുന്നു. 7 ഐറ്റത്തിന് പങ്കെടുത്തിട്ടുണ്ട്. 6 കഴിഞ്ഞു. ഇനി 1 കൂടി ഉണ്ട്. 4-5 പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 6 years ആയി സൊഹാർ മലയാളി സംഘമിൽ വന്ന് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. ഓരോ തവണയും വരുമ്പം ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇവരുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഓരോ കോമ്പറ്റീഷൻസും നല്ല രീതിയിൽ ജഡ്ജസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു. കഥാപ്രസംഗം ഉൾപ്പെടെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കലാപ്രകടനങ്ങൾ കാണാനായതിൻ്റെ സന്തോഷത്തിലാണ് ഒമാനിലെ പ്രവാസി സമൂഹം. വിധി നിർണയത്തിന് ഡോക്ടർ RLV രാമകൃഷ്ണൻ അടക്കം കേരളത്തിൽ നിന്നും മറ്റു GCC രാജ്യങ്ങളിൽ നിന്നും പ്രമുഖരായ 17 വിധികർത്താക്കളാണ് എത്തിയത്. ഇവിടുത്തെ മത്സരിച്ച ഒട്ടുമിക്ക കുട്ടികളും ബഹുമുഖ പ്രതിഭകളായി നാളത്തെ കലാലോകത്ത് മിന്നി തിളങ്ങുമെന്നതിന് ഈശ്വര സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരേ അഭിപ്രായം തന്നെയാണ്. കാരണം നൃത്ത മത്സരത്തിൽ പ്രത്യേകിച്ച് ഓരോ കുഞ്ഞുങ്ങളും കൃത്യമായി അവരുടെ പേരുകൾ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. കേവലം ഒരുപക്ഷെ ഒരു 10 മിനിറ്റ് അവർ ചെയ്യുന്ന പ്രകടനത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാം ഒരു 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു പോയത്, അല്ലെങ്കിൽ സമ്മാനം കിട്ടാതെ പോയത്. എല്ലാ ആർട്ടിസ്റ്റും എല്ലാ കുട്ടികളും വെൽ ടാലൻറ്റഡ് ആണ്. നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡാണ്, എവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത്. അത്രയും നമുക്ക് ഒഴിക്കാൻ പറ്റാത്തത്ര ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്തതായാലും എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളോ ഇല്ല. വിചാരിച്ച സമയങ്ങളിലെല്ലാം കഴിയുന്നുണ്ട്. അതുപോലെ പാരൻസും എല്ലാം ഭയങ്കര അക്സെപ്റ്റബിളാണ് അവർ എല്ലാ റിസൾട്ടിനും. ഒമാനിലെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പേർ പരിപാടിക്ക് ആശംസകളുമായി എത്തി. കൂടുതൽ പോയിന്റ് നേടിയവരെ കലാതിലകം, സർഗപ്രതിഭ, കലാപ്രതിഭ എന്നിങ്ങനെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.